ഇതിനോടകം തന്നെ ഇന്ത്യയിൽ പാചകവാതകത്തിന്റെ വില കൂടുന്നത്, പെട്രോൾ ഡീസലിന്റെ വില കൂടുന്നതൊക്കെ വളരെ ചർച്ചയാവുകയാണ്. ചിലർ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണെങ്കിൽ കമൽ ഹസനെയൊക്കെ പോലുള്ള കുറെ ആളുകൾ, ഇത്രയും കാലം മോദിയെ വിമർശിച്ചിരുന്ന ആളുകൾ പോലും നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇതിന്റെ ഉപഭോഗം കുറച്ചുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങൾ ഒപ്പം നിൽക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ശരിക്കും നരേന്ദ്രമോദി പറഞ്ഞത് പ്രായോഗികമായ ഒരു കാര്യമാണോ? ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഗവൺമെന്റിനൊപ്പം നിൽക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ ഒരു കഴിവുകേടായിട്ട് കണ്ടിട്ട് ഗവൺമെന്റിനെ വിമർശിക്കുകയാണോ വേണ്ടത്? ആദ്യം നമ്മൾ എന്താണ് പ്രതിസന്ധി, എന്തുകൊണ്ട് ഈ എണ്ണവിലയും അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ ഒക്കെ വില കൂടുന്നു എന്നതാണല്ലോ ആദ്യം അന്വേഷിക്കേണ്ടത്. അതിന്റെ കാരണം മോദി ഗവൺമെന്റ് ആണോ? അതിന്റെ ഉത്തരം അല്ല എന്നാണ്. നിലവിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യയോ ഗവൺമെന്റോ അല്ല. ഇന്ത്യ ഈ പ്രതിസന്ധിയുടെ സ്രഷ്ടാവുമല്ല, മറിച്ച് അതിന്റെ ആഘാതം നേരിടുന്ന ഒരു രാജ്യം മാത്രമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് പിന്നിൽ പൂർണ്ണമായും ഇന്ത്യക്ക് പുറത്തുള്ള ചില പ്രധാന ആഗോള കാരണങ്ങളാണ്. അതല്ലാതെ ഇന്ത്യ ഗവൺമെന്റിന്റെ യാതൊരു ഇടപെടലും ഇതിലില്ല. കോവിഡ് സമയത്ത് ലോകമെമ്പാടുമുള്ള ഫാക്ടറികളും ബിസിനസ്സുകളും മാസങ്ങളോളം അടഞ്ഞുകിടന്നു. വിതരണ ശൃംഖലകൾ പൂർണ്ണമായി തകർന്നു. കോവിഡിന് ശേഷം വിപണികൾ പെട്ടെന്ന് തുറന്നപ്പോൾ സാധനങ്ങളുടെ ആവശ്യകത വലിയ തോതിൽ കൂടി. എന്നാൽ അതനുസരിച്ച് ഉൽപാദനം നടത്താൻ ലോക രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത് ആഗോള തലത്തിൽ വലിയൊരു വിലക്കയറ്റത്തിന് കാരണമായി. പക്ഷെ അപ്പോഴും പിടിച്ചു നിന്നൊരു രാജ്യം നമ്മുടേതായിരുന്നു. ലോകത്തുണ്ടായ വിലക്കയറ്റത്തിന്റെ ആ ഒരു ലെവലിൽ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം. ഇതിനിടയിലാണ് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം വലിയ ആഘാതം ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു വശത്ത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുകയും അതൊരു വലിയ യുദ്ധമായിട്ട് മാറുകയും ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴിതാ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങുന്നത്. ലോകത്തെ പ്രധാന എണ്ണവാതക ഉൽപാദക രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിൽ ഉണ്ടായ യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ് വിപണിയെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ, പ്രകൃതിദത്ത വാതകം, ഗോതമ്പ്, രാസവളങ്ങൾ എന്നിവയുടെ വില കുത്തനെ ഉയരുന്നതിന് കാരണമായി. ഇതിന് പിന്നാലെ ചെങ്കടലിലും ഹോർമുസ് കടലിടുക്കിലും ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം കപ്പൽ ഗതാഗത ചെലവുകൾ വൻതോതിൽ വർദ്ധിച്ചു. ലോകത്തെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടത് എല്ലാ രാജ്യങ്ങളിലെയും സാധനങ്ങളുടെ വില കൂട്ടി. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പണപ്പെരുപ്പം തടയുന്നതിനായിട്ട് അവിടുത്തെ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ വലിയ തോതിൽ ഉയർത്തി. പാശ്ചാത്യ രാജ്യങ്ങളിൽ പലിശ കൂടുമ്പോൾ വിദേശ നിക്ഷേപകർ ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന വിപണികളിൽ നിന്ന് തങ്ങളുടെ പണം പിൻവലിച്ച് അമേരിക്കൻ വിപണിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം ഇടിയുന്നതിന് കാരണമായി. രൂപയുടെ മൂല്യം ഇടിയുന്നേ എന്ന് കരയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ ആഗോള സാഹചര്യങ്ങളാണ് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മറികടക്കാൻ നമുക്ക് കഴിയും, പക്ഷേ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം. ഇന്ത്യ ഈ പ്രതിസന്ധിക്ക് ഒരു കാരണക്കാരനുമല്ല. ആഗോള സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായ തകർച്ചയിൽ നിന്ന് താങ്ങി നിർത്തുന്നതിൽ ഇന്ത്യ വലിയൊരു പങ്ക് വഹിക്കുന്ന രാജ്യമാണ്. IMF കണക്കുകൾ പ്രകാരം ആഗോള സാമ്പത്തിക വളർച്ചയുടെ വലിയൊരു ശതമാനം സംഭാവന ചെയ്യുന്നത് തന്നെ ഇന്ത്യയാണ്. മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോകത്തെ പല രാജ്യങ്ങളിലേക്കും ആവശ്യമായ മരുന്നുകളും ഭക്ഷ്യധാന്യങ്ങളും എത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പ്രതിസന്ധി ഉണ്ടാക്കിയ രാജ്യം നമ്മളല്ല, ആ പ്രതിസന്ധിയെ ചെറുത്ത് തോൽപ്പിക്കുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയുന്നത് നമ്മുടെ രാഷ്ട്രീയമായ അറിവില്ലായ്മ മാത്രമാണ്. ആഗോള തലത്തിൽ നമ്മൾ നോക്കിയാൽ ലോകത്തെ പ്രമുഖ സമ്പദ് വ്യവസ്ഥകളെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങൾ മുതൽ നമുക്ക് തുടങ്ങാം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. നമ്മുടെ ഈ അയൽ രാജ്യങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രീലങ്കയുടെ കാര്യമെടുത്താൽ വിദേശ നാണ്യശേഖരം പൂർണ്ണമായും തീർന്ന് രാജ്യം കടക്കണിയിലാവുകയും ഇന്ധനത്തിനും ഭക്ഷണത്തിനും വലിയ ക്ഷാമം നേരിടുകയും ചെയ്യുകയാണ്. IMFന്റെ സഹായത്തോടെയാണ് ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞാൽ അതിരൂക്ഷമായ പണപ്പെരുപ്പവും വിദേശ കടങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം പാകിസ്ഥാൻ ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധം ഉയർന്നു നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയില് 50 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം പാകിസ്ഥാനിൽ 500 രൂപ കൊടുത്താലും കിട്ടാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഇനി ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞാൽ ടെക്സ്റ്റൈൽ മേഖലയെ മാത്രം ആശ്രയിച്ചുള്ള വളർച്ചയും ഊർജ പ്രതിസന്ധിയും രാഷ്ട്രീയ മാറ്റങ്ങളും കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും വിദേശ നാണ്യശേഖരത്തിൽ വലിയ ഇടിവ് നേരിടുകയും ചെയ്ത രാജ്യമാണ് ബംഗ്ലാദേശ്. നിലവിൽ ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥ വളരെ മന്ദഗതിയിലായിട്ട് മാറിയിരിക്കുകയാണ്. സൗത്ത് ഏഷ്യയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള ഇന്ത്യ
നേരത്തെ പറഞ്ഞ 3 ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഉള്ളത്. രൂപയുടെ മൂല്യം ആഗോളതലത്തിൽ വലിയ തകർച്ച നേരിടാതെ പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്കിന് സാധിക്കുന്നുമുണ്ട്. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ഒക്കെ കറൻസി തകർന്നടിഞ്ഞു കിടക്കുന്ന സമയത്താണിതെന്ന് നമ്മൾ ആലോചിക്കണം. കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. യൂറോപ്പിന്റെ കാര്യമെടുത്താൽ റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് വിതരണം നിലച്ചതോടെ ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൽപാദന ചിലവ് കുത്തനെ കൂടിയിരിക്കുകയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ പണപ്പെരുപ്പം തടയുന്നതിനായിട്ട് US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ വലിയ തോതിൽ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ഇത് ബിസിനസ് വളർച്ചയെയും തൊഴിൽ വിപണിയെയും ബാധിച്ചിരിക്കുകയുമാണ്. പല പ്രമുഖ IT കമ്പനികളിലും വലിയ തോതിൽ ലേ ഓഫുകൾ നടക്കുകയാണ്. ഇന്ത്യയുടെ അവസ്ഥ നോക്കിയാൽ അമേരിക്കയും യൂറോപ്പും 1% മുതൽ 2% വരെ മാത്രം വളർച്ച നേടാൻ പാടുപെടുമ്പോൾ ഇന്ത്യ 6 മുതൽ 7% മുകളിൽ വാർഷിക വളർച്ചാ നിരക്ക് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇനി ചൈനയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് ലോകത്തിന്റെ ഉൽപാദന കേന്ദ്രമായിരുന്ന ചൈന ഇപ്പോൾ വലിയ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണ്. അവരുടെ റിയൽ എസ്റ്റേറ്റ് മേഖല കടുത്ത തകർച്ചയിലാണ്. വിദേശ കമ്പനികൾ ചൈനയ്ക്ക് ബദലായിട്ട് മറ്റു രാജ്യങ്ങളെ നോക്കുന്ന നയം സ്വീകരിച്ചു തുടങ്ങിയത് ചൈനയ്ക്ക് തിരിച്ചടിയുമായിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയുടെ അവസ്ഥ ചൈന വിട്ടുപോകുന്ന വലിയ കമ്പനികളെ, ഉദാഹരണത്തിന് ആപ്പിൾ, വിവിധ സെമി കണ്ടക്ടർ കമ്പനികൾ എന്നിവയെ ആകർഷിക്കാൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ശക്തമായ ബാങ്കിംഗ് സംവിധാനം, ആഭ്യന്തര ഉപഭോഗം, തന്ത്രപരമായ വിദേശ നയം, ഈ 3 കാരണങ്ങൾ കാരണം ഇന്ത്യക്ക് സത്യത്തിൽ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ലോകമെമ്പാടും ബാങ്കുകൾ പ്രതിസന്ധിയിലായപ്പോൾ ഇന്ത്യൻ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തികൾ കുറയുകയും അവർ കൂടുതൽ ലാഭത്തിലാവുകയും ചെയ്തു. 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയുള്ള ഇന്ത്യയിൽ സാധനങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനുമുള്ള ആഭ്യന്തര വിപണി വളരെ ശക്തമാണ്. അതുകൊണ്ട് ആഗോളതലത്തിൽ കച്ചവടം കുറഞ്ഞാലും ഇന്ത്യക്ക് സ്വന്തം വിപണിയിലൂടെ നിലനിൽക്കാൻ കഴിയും. യുദ്ധങ്ങളും ആഗോള ഉപരോധങ്ങളും നിലനിൽക്കുമ്പോഴും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ചുരുക്കത്തിൽ ലോകം മുഴുവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും വിപണിയുടെ കരുത്തും കൊണ്ട് ഇന്ത്യ ഒരു തിളങ്ങുന്ന നക്ഷത്രമായി പിടിച്ചു നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഈ സ്ഥിതി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെയും ചൈനയുടെയും കാര്യമെടുത്താൽ ഈ 2 രാജ്യങ്ങളിലും ധാരാളം എണ്ണ നിക്ഷേപമുണ്ട്. അതിനും പുറമെ അവർക്ക് ആവശ്യമുള്ളതാണ് അവർ ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ എണ്ണ നിക്ഷേപം വളരെ കുറവാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പാചകവാതകമായിക്കോട്ടെ, പെട്രോളും ഡീസലും അടക്കമുള്ള സകല കാര്യങ്ങളും നമ്മൾ ഇറക്കുമതിയാണ് മെജോറിറ്റിയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ വളരെയധികം നമ്മളെ ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ സത്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വളരെ മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഈ പിടിച്ചു നിൽക്കലിന്റെ പ്രധാന കാരണങ്ങളും അത് തന്നെയാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ള പല പദ്ധതികളും അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പൊതു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുത്തതും ഭൗതികമായ ഇൻഫ്രാസ്ട്രക്ചർ വികസനവും നിർമ്മാണ മേഖലയിലെ സ്വയം പര്യാപ്തതയും ഗവൺമെന്റ് നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളും നിയന്ത്രണങ്ങളും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതുമൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം കരുതാൻ. ഇന്ന് ഇന്ത്യ നിരവധി രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അതായത് എണ്ണയുടെ വൈവിധ്യവൽക്കരണം. പഴയതുപോലെ 1-2 പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം എണ്ണയ്ക്കായിട്ട് ഇന്ത്യ ഇന്ന് ആശ്രയിക്കുന്നില്ല. ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവർക്കൊപ്പം റഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അമേരിക്ക, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നടക്കം ഇന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ഒരു മേഖലയിൽ യുദ്ധമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ എണ്ണ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇന്ത്യയുടെ വൈവിധ്യവൽക്കരണം ഇന്ത്യ ഇന്ന് സഹായിക്കുന്നുണ്ട്. എണ്ണ ശുദ്ധീകരണ ശേഷിയും കയറ്റുമതിയും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാരണമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച എണ്ണ ശുദ്ധീകരണ ശാലകൾ ഉള്ള രാജ്യം ഇന്ത്യയാണ്. വിദേശത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന അസംസ്കൃത എണ്ണ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് ഡീസലായും പെട്രോളായും മറ്റു ഉൽപ്പന്നങ്ങളായും മാറ്റി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ ഇന്ത്യ ഇന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇത് രാജ്യത്തേക്ക് വലിയ തോതിൽ വിദേശ നാണ്യം തിരികെ കൊണ്ടുവരാൻ സത്യത്തിൽ നമ്മളെ സഹായിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഇന്ത്യ ഭൂഗർഭ അറകളിൽ വൻതോതിൽ എണ്ണ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. വിശാഖപട്ടണം, മംഗലാപുരം, പാതൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ. ആഗോള വിപണിയിൽ എണ്ണ വിതരണം പൂർണ്ണമായി തടസ്സപ്പെട്ടാൽ പോലും രാജ്യത്തിന് ആഴ്ചകളോളം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ഈ കരുതൽ ശേഖരമാണ്.
വളരെ വില കുറഞ്ഞിരിക്കുന്ന സമയത്താണ് സർക്കാർ ഇത്തരം സംഭരണികൾ നിറയ്ക്കുന്നത്. പലപ്പോഴും ഇവിടെ പലരും ചോദിക്കാറുണ്ട്, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുന്ന സമയത്ത് സർക്കാർ അതിന് ആനുപാതികമായിട്ട് ഇന്ത്യയിൽ കുറയ്ക്കുന്നില്ലല്ലോ എന്ന്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ട് എണ്ണ വില വളരെ വലിയ തോതിൽ കുറയുന്ന സമയത്ത് കൂടുതൽ എണ്ണ വാങ്ങിയിട്ട് കരുതൽ സംഭരണി വർദ്ധിപ്പിക്കുക കൂടിയാണ് ഇന്ത്യ ചെയ്യുന്നത്. അതേസമയത്ത് അന്താരാഷ്ട്ര വിപണിയെ വിശ്വസിച്ചുകൊണ്ട് അവിടെ എണ്ണവില കുറയുന്നതിനനുസരിച്ച് ഇവിടെ എണ്ണവില കുറയ്ക്കാനും കൂട്ടാനും ശ്രമിച്ചാൽ അത് ഇന്ത്യൻ എക്കണോമിക്ക് ദോഷകരമായി മാറൂ. മറിച്ച് ഒരു സ്റ്റേബിൾ പ്രൈസിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതാണ് ആവശ്യം. ഇന്നിപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ തുടങ്ങിയതിനു ശേഷം അമേരിക്കയിലും യൂറോപ്പിലും അടക്കം ചൈനയിൽ ഉൾപ്പെടെ വലിയ തോതിൽ എണ്ണവില വർദ്ധിച്ചപ്പോഴും ഇന്ത്യ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അടുത്തിടെയാണ് ചെറിയ വർധനവ് ഇന്ത്യയിൽ ഉണ്ടായത്. വൻതോതിൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങൾ പോലും എണ്ണവില ക്രമാതീതമായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ ഇന്ത്യ വളരെ ചെറിയ അളവിൽ മാത്രമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണം ഇന്ത്യയുടെ കൃത്യമായ പദ്ധതികളും ആസൂത്രണവും തന്നെയാണ്. മാത്രമല്ല, ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിന്റെ അളവ് കുറയ്ക്കാൻ ഇന്ത്യ ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കരിമ്പ്, ചോളം എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എഥനോള് പെട്രോളിൽ നിശ്ചിത ശതമാനം കലർത്തുന്ന പദ്ധതി ഇന്ത്യ വിജയകരമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇത് എണ്ണ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും സൗരോർജം, ഹൈഡ്രജൻ തുടങ്ങിയ ഹരിത ഊർജങ്ങളിലേക്കും രാജ്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തത്. റഷ്യ അന്താരാഷ്ട്ര വിപണിയേക്കാൾ വലിയ വിലക്കിഴിവില് ഇന്ത്യക്ക് എണ്ണ നൽകാമെന്ന് സമ്മതിച്ചപ്പോൾ വലിയ തോതിലാണ് ഇന്ത്യ എണ്ണ വാങ്ങിയത്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുൻപ് ആകെ ഇറക്കുമതി ചെയ്തിരുന്ന എണ്ണയുടെ 1% താഴെ മാത്രമായിരുന്നു റഷ്യൻ എണ്ണ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായിട്ട് റഷ്യ മാറുകയും 40% വരെ ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉയർന്നുകൊണ്ടിരുന്നപ്പോഴും ഇന്ത്യയിൽ അത് കാര്യമായി ബാധിക്കാത്തത്. ചുരുക്കത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ മോദി ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തെയും ആ ഗവൺമെന്റ് നടപ്പിലാക്കിയ നയങ്ങളെയും പ്രശംസിക്കുകയാണ് വേണ്ടത്. എണ്ണവില കൂടുന്നത് നമ്മുടെ ആരുടെയും കുഴപ്പം കൊണ്ടോ ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടോ അല്ല. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായ യുദ്ധം കൊണ്ടാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ കാരണമാണ് നമ്മുടെ രാജ്യത്തും ഈ വിലവർധനവ് ഉണ്ടാവുന്നത്. ലോകത്തൊട്ടാകെയുള്ള രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോഴും നമ്മുടെ രാജ്യം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. വിലക്കയറ്റത്തിന്റെ പേരിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ നമുക്കിപ്പോൾ കഴിയില്ല. കാരണം ഇന്ത്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമല്ല, മറിച്ച് ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഹോർമുസ് കടലിടുക്ക് വഴി ലോകത്തിന്റെ ഒരു രാജ്യത്തിന്റെയും കപ്പലുകൾ പോകാതിരുന്നപ്പോൾ പോലും ഇന്ത്യൻ കപ്പലുകൾ എണ്ണയുമായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ മിടുക്കിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പ്രശംസിക്കുകയാണ് വേണ്ടത്. പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുകയാണ് പൗരന്മാരെന്ന നിലയിൽ നമ്മളും ചെയ്യേണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.